ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബാഡ് ഗേൾ എന്ന തമിഴ് മൂവിയാണ്. ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ച നമ്മുടെ നായിക തന്റെ ഫാമിലി പറയുന്നത് ഒന്നും അനുസരിക്കാതെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവളുടെ ലൈഫിൽ കടന്നു പോകുന്ന റിലേഷൻഷിപ്പും ബ്രേക്കപ്പും ഒക്കെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ആയിട്ട് വരുന്നത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായികയായ രമ്യ പകൽക്കിനാവ് കാണുന്നതാണ് കാണിക്കുന്നത്. അവൾ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്, അവിടെ അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളും താൻ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് അവൾ മനസ്സിൽ കാണുകയായിരുന്നു. അങ്ങനെ തന്റെ പാർട്ട്ണറിനെ കിസ് ചെയ്യുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ചിന്തിച്ചുകൊണ്ട് അവൾ പതിയെ ഉണരുന്നു. താൻ എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നു. എല്ലാവരും തന്നെ പോലെ ആയിരിക്കൂ, അതോ താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാരണം താൻ ഒരു മോശം പെൺകുട്ടിയാണോ? ഇതൊക്കെയായിരുന്നു അവളുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. അവൾ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ജീവിക്കുന്നത്. അച്ഛനും അമ്മയും അവളുടെ ചേച്ചിയും മുത്തശ്ശി അടങ്ങുന്ന കുടുംബം. മുത്തശ്ശിയാകട്ടെ എന്തിനും ഏതിനും റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. പീരീഡ്സ് ആകുന്ന സമയത്ത് അവിടെ എവിടെയും തൊടാൻ പാടില്ല, അടുക്കളയിൽ കയറാൻ പാടില്ല, അങ്ങനെ എപ്പോഴും അവളോട് അടുക്കും ചുറ്റോടും കൂടി നടക്കാൻ പറയും. എന്നാൽ അവൾ അതൊന്നും അനുസരിക്കില്ല. ഞാൻ അവിടെ എവിടെയും തൊടുന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വരെ തൊട്ടിട്ട് പോകും. അവളുടെ അമ്മ ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. അമ്മ അവളെ നന്നായിട്ട് വളർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എപ്പോഴും അവളുടെ അമ്മയുമായിട്ട് വഴക്കിടും. അവളുടെ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയായിരുന്നു അവളും പഠിച്ചിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സിദ്ധു എന്ന് പറയുന്ന പയ്യനെ അവൾക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ ആ പയ്യനാകട്ടെ അവളുടെ ഗ്യാങ്ങിലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നാൽ ആ പെൺകുട്ടി അത് റിജക്ട് ചെയ്യുകയും ചെയ്തു. ഇവളാകട്ടെ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനോട് സംസാരിച്ച് അവനുമായിട്ടങ്ങ് കമ്പനിയായി. അവൾ അവനെ തന്നെ നോക്കുമ്പോഴാകട്ടെ അവൻ വീണ്ടും തന്നെ റിജക്ട് ചെയ്ത ആ പെണ്ണിന്റെ പിറകെ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ പയ്യൻ വരുന്നു. ആ പയ്യനാകട്ടെ എപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു. ഒരു ദിവസം അവളുടെ അമ്മ ഈ പയ്യനെ കൈയോടെ പൊക്കുകയും അവന്റെ ഫോൺ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. എന്നാൽ അവളാകട്ടെ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ ലഞ്ച് എടുക്കാൻ എന്ന വ്യാജേന സ്റ്റാഫ് റൂമിലേക്ക് പോയിട്ട് അവളുടെ അമ്മയുടെ ടേബിളിൽ നിന്നും ആ പയ്യന്റെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് അവൻ കാണാതെ അവന്റെ ബാഗിൽ വെക്കുന്നു. അവൻ വന്ന് ബാഗിൽ നോക്കിയപ്പോൾ ആ ഫോൺ കണ്ടതും അവന് മനസ്സിലായി അത് അവള് തന്നെയായിരിക്കും കൊണ്ടുവച്ചതെന്ന്. കാരണം ആ സമയത്ത് അവള് മാത്രമേ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വീട്ടിലെത്തിയ അവൾക്ക് അവന്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇന്റർനെറ്റിൽ അവർ പരസ്പരം ചാറ്റ് ചെയ്യാൻ ആരംഭിച്ചു. നീയല്ലേ ഫോൺ കൊണ്ടുവച്ചത്, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നും പറയുന്നു. അങ്ങനെ അവരുടെ ചാറ്റിങ് പതിയെ ഒരു പ്രണയത്തിലേക്ക് കടന്നു. അവരെല്ലാ കാര്യങ്ങളെയും പറ്റിയും സംസാരിക്കുമായിരുന്നു. അവളാകട്ടെ എപ്പോഴും അവനെ സ്വപ്നം കണ്ട് കിടന്നാണ് ഉറങ്ങുന്നത്. അങ്ങനെ ഇരിക്കെ അവരുടെ ക്ലാസ്സിൽ നിന്ന് ഒരു ടൂർ പോകുന്നുണ്ട്. ടൂറിന് അവൻ വരുന്നില്ല എന്നറിഞ്ഞപ്പോ അവളാകട്ടെ ദേഷ്യത്തിൽ അവനോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നീ പേര് കൊടുക്കുന്നതാ നല്ലതെന്ന്. കാരണം പുറത്തു വെച്ച് കാണാനും സംസാരിക്കാനും കിട്ടിയ ഒരു അവസരം അതാണ്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി സ്കൂളിൽ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ ടൂറിന് അവർ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്നും രണ്ടുപേരും ആരും കാണാതെ കുറച്ച് അകലെയുള്ള ഒരു കാട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഇവളിങ്ങനെ ഒളിച്ചും പാത്തും പോകുന്നത് അവളുടെ ഒരു കൂട്ടുകാരി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പയ്യന്റെ പേര് നളൻ എന്നാണ്. നളനും രമ്യയും ചേർന്നിട്ട് അവിടെ ഒഴിഞ്ഞു കിടന്നൊരു വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടിൽ ചെന്നിരുന്നിട്ട് ഭാവിയിൽ ഇത് തങ്ങളുടെ വീടായിരിക്കുമെങ്കിൽ എങ്ങനെയായിരിക്കും തങ്ങൾ ജീവിക്കുന്നതെന്നും എങ്ങനെയായിരിക്കും തങ്ങൾ സംസാരിക്കുന്നതെന്നും ഒക്കെ അവർ അവിടെ ഇരുന്ന് ഒരു ഡെമോ പോലെ കാണിക്കുകയാണ്. ഇവിടെ ഒരു ടി വി ഉണ്ടാകും, ഇവിടെ ഒരു സോഫ ഉണ്ടാകും, നമ്മൾ ഇവിടെ ഇരുന്ന് ടി വി കാണും, അങ്ങനെയൊക്കെ ഓരോന്നും റൊമാൻറ്റിക് ആയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് അവൾ തിരിച്ചെത്തി കഴിയുമ്പോഴേക്കും അവളുടെ കൂട്ടുകാരികൾ ഇതെല്ലാം അറിഞ്ഞിട്ട് അവളോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവൻ മോശപ്പെട്ട പയ്യനാണെന്നും അവനുമായിട്ട് ഒരു കമ്പനിയും വെക്കരുതെന്നും പറഞ്ഞിട്ട്. എന്നാൽ രമ്യ അതൊന്നും തന്നെ കേട്ടില്ല. ടൂറൊക്കെ കഴിഞ്ഞിട്ട് അവൾ വീട്ടിലെത്തിയ സമയത്ത് അവളുടെ വീട്ടിൽ വലിയ പ്രശ്നം നടക്കുകയായിരുന്നു. അവളുടെ ചേച്ചിക്ക് വേറെ ഏതോ ജാതിയിൽപ്പെട്ടൊരു പയ്യനെ ഇഷ്ടപ്പെട്ടു. അവനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവളുടെ ചേച്ചി വഴക്കുണ്ടാക്കിയാണ്. എന്നാൽ അവളുടെ മുത്തശ്ശിയൊക്കെ ഇതും പറഞ്ഞിട്ട് അവളുടെ ചേച്ചി ഒരുപാട് തല്ലുന്നുണ്ട്. നീ ഇതൊന്നും നോക്കാൻ നിൽക്കണ്ട എന്ന് രമ്യയോട് അവളുടെ അമ്മ പറയുന്നു. പിറ്റേന്ന് സ്കൂളിലെത്തി കഴിയുമ്പോൾ രമ്യാകട്ടെ തന്റെ കൂട്ടുകാരികളെ ഒന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അവരുമായിട്ട് തലേന്ന് ഉടക്കുണ്ടാക്കിയതാണല്ലോ. അതിനിടയ്ക്ക് രമ്യയുടെ അമ്മ കാണുന്നുണ്ട് വേറെ രണ്ട് കുട്ടികൾ സ്കൂളിന്റെ ഒരു ഒഴിഞ്ഞ ഏരിയയിലേക്ക് പോയിട്ട് കിസ് ചെയ്യുന്നത്. രമ്യയുടെ അമ്മ പ്രിൻസിപ്പളിന്റെ മുന്നിലേക്ക് നിർത്തുന്നു. ഇവർ രണ്ടുപേരുടെയും പേരൻസിനെ വിളിക്കണമെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങളെ കൈയോടെ പിടിച്ചു, പക്ഷെ ടീച്ചറിന്റെ മകള് ടൂറിന് പോയ സമയത്ത് കാണിച്ചത് എല്ലാവർക്കും അറിയാമെന്ന്. ഞങ്ങൾ കിസ്സല്ലേ ചെയ്തുള്ളൂ, അവൾ അതിനപ്പുറം ചെയ്തിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി പറയുന്നു. അതോടെ രമ്യയുടെ അമ്മ ആകെ വല്ലാതെയായി. അവർ പെട്ടെന്ന് രമ്യയും നളനെ അവിടേക്ക് വിളിപ്പിക്കുന്നു. രണ്ടുപേരുടെ ഫോൺ ചെക്ക് ചെയ്യുന്നതോടെ മനസ്സിലായി അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. ആകദേശത്തിൽ അവരവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് പറയുന്നുണ്ട്, നിനക്കിനി ഫോണോ ടിവിയോ കമ്പ്യൂട്ടറോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അവളെ നളനിൽ നിന്ന് അകറ്റാനും ആ ചിന്താഗതിയെല്ലാം മാറ്റാനും വേണ്ടിയിട്ട് പല അമ്പലങ്ങളിലും അവർ കൊണ്ടുപോകുന്നു. അവരെപ്പോഴും അവളോട് പറയുമായിരുന്നു, ഈ സമയത്ത് ഈ വക ചിന്തകളൊന്നും നിന്റെ മനസ്സിൽ പാടില്ല, നന്നായിട്ട് പഠിച്ചൊരു ജോലി വാങ്ങണമെന്ന്. എന്നാൽ അവളാകട്ടെ നളന്റെ കൂടെ ഒളിച്ചോടാനായിരുന്നു തീരുമാനം. രണ്ടുപേരും ഒരു ദിവസം ഒളിച്ചോടാൻ പ്ലാൻ ഇട്ടു. രമ്യ വീട് വിട്ടിറങ്ങി. എന്നാൽ നളന്റെ വീടിന്റെ അടുത്തെത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് നളനെ കൈയോടെ അവന്റെ വീട്ടുകാർ പിടിച്ചുവെന്ന്. അത് കാരണം അവൻ ഇറങ്ങി വരാൻ പറ്റിയില്ല. വീട്ടിൽ തിരിച്ചെത്തി രമ്യ അവളുടെ അമ്മയും അച്ഛനും ചേർന്നിട്ട് ഒരുപാട് വഴക്ക് പറയുന്നു. അവളുടെ അച്ഛൻ അവളെ ഒരുപാട് തല്ലുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മുത്തശ്ശിയാകട്ടെ അവളുടെ അമ്മയാണ് വഴക്ക് പറയുന്നത്. സാധാരണ വീട്ടിലെ സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ നോക്കി മക്കളെ നോക്കിയാണ് ജീവിക്കുന്നത്. നീയാകട്ടെ ജോലി എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിപ്പോകും. നിന്റെ മകൾ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് പോലും നിനക്കറിയില്ല. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് നീ അവളെ വളർത്തുന്നത്. എല്ലാത്തിനും മുത്തശ്ശി അവളുടെ അമ്മയായിരുന്നു വഴക്ക് പറയുന്നത്. അവളുടെ അച്ഛനാകട്ടെ മുത്തശ്ശി എതിർത്തൊന്നും പറയുന്നുമില്ല. ആ ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവളുടെ അമ്മ ഒരു ജോലി എന്നുള്ള സ്വപ്നം നേടിയെടുത്തത് തന്നെ. അത് അവൾക്കും അറിയാം. പക്ഷെ അവളാകട്ടെ ആ ഫാമിലിയിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനായിരുന്നു അവളുടെ ആഗ്രഹം. അവളുടെ അമ്മയാകട്ടെ തൽക്കാലം അവളെ ആ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് ആക്കുന്നു. ഈ സ്കൂളിലേക്ക് അവളെ കൊണ്ടുവിടാൻ പോയപ്പോൾ അവളുടെ അമ്മ അവളോട് പറയുന്നുണ്ട്, നീ നന്നായിട്ട് പഠിച്ച് ഫോറിനിൽ എവിടെങ്കിലും ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സുകളും ഇടാം, ആരും നിന്നെ തടയില്ല. അതുകൊണ്ട് ഇപ്പൊ നീ നന്നായിട്ട് പഠിക്കുന്നതാ നല്ലത്. എന്നാൽ അവള് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളൊന്നും പറയുന്ന പോലെ ജീവിക്കാൻ
ജീവിക്കാൻ പറ്റില്ല എന്ന്. എനിക്ക് എന്ത് തോന്നുന്നോ അത് ഞാൻ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. എന്നെ തടയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്ന വരെ അവൾ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പുതിയ സ്കൂളിലേക്ക് പോകുന്ന രമ്യയെ കാണിച്ചുകൊണ്ട് അവളുടെ സ്കൂൾ കാലഘട്ടം അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവളുടെ കോളേജ് കാലഘട്ടമാണ്. അവളുടെ കോളേജ് കാലഘട്ടം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അർജുൻ എന്ന പയ്യനുമായിട്ട് മെൻസ് ഹോസ്റ്റലിൽ കിടക്കുന്ന അവളെയാണ്. അവർ തമ്മിൽ പ്രണയത്തിലുമാണ്. അവർ തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഉണ്ടായിരുന്നു. അവനുമായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് രമ്യ അവനെ സ്നേഹിക്കുന്നത്. എന്നാൽ അർജുനാകട്ടെ എല്ലാവരും തമാശയായിരുന്നു. അർജുൻ അവളുടെ സീനിയർ ആണ്. അന്ന് അവന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു കോളേജിൽ. അവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഗ്രാജുവേഷൻ ഡേയുടെ അന്ന് മാത്രമേ അവരിന് തിരിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ തെരഞ്ഞുപിടിച്ച് വാങ്ങിക്കുമായിരുന്നു അവൾ. അവളുടെ കൂട്ടുകാരി സെൽവിക്കാകട്ടെ അർജുനുമായിട്ടുള്ള രമ്യയുടെ റിലേഷൻഷിപ്പ് ഇഷ്ടമേ അല്ല. കാരണം അർജുന്റെ ക്യാരക്ടർ എല്ലാം തന്നെ സെൽവിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ രമ്യ അതൊന്നും തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. താൻ വാങ്ങിയ സാധനങ്ങളെല്ലാം അർജുന് കൊടുത്തിട്ട് അവനെ യാത്ര അയച്ച ശേഷം രമ്യ തിരിച്ചെത്തി. ഫ്ലൈറ്റിലായിരുന്നു അവൻ ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് അവന്റെ വീട്. അവനങ്ങ് എത്തിയോന്നറിയാൻ വേണ്ടിയിട്ട് അവൾ പലതവണ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. പലപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ അവളെ ഇഗ്നോർ ചെയ്യുകയായിരുന്നു. എന്നാൽ അവളാകട്ടെ അവന്റെ കൂട്ടുകാരെ കണ്ടെത്തി അവരുടെ കയ്യിൽ നിന്നും അവന്റെ പുതിയ നമ്പർ വാങ്ങുന്നു. അവൾ അങ്ങോട്ട് നിരന്തരമായിട്ട് അവനെ കോൾ ചെയ്യുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും അവൻ ബുദ്ധിമുട്ടിയായിരുന്നു അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവൾക്കാകട്ടെ അതൊന്നും തന്നെ മനസ്സിലായില്ല. അവന് തന്നെ ഇഷ്ടമാണെന്ന് തന്നെയാണ് അവൾ ഇപ്പോഴും വിചാരിച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആകും. വീണ്ടും ഇവള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവന്റെ പിറകെ പോകും. വീണ്ടും അവൻ വിളിക്കാൻ ആരംഭിക്കും. വീണ്ടും ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആകും. ഇതെല്ലാം തന്നെ സെൽവി കാണുന്നുണ്ടായിരുന്നു. അവൻ നിന്നെ പറ്റിക്കുകയാണ്, അതുകൊണ്ട് അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിർത്തുന്നതാ നല്ലതെന്ന് സെൽവി പറഞ്ഞെങ്കിലും രമ്യ അതൊന്നും കേട്ടില്ല. ഒരു ദിവസം അവനുമായിട്ട് വീണ്ടും ബ്രേക്കപ്പ് ആയപ്പോൾ ഇവൾ ആഹാരം കഴിക്കാതെ കുറെ ദിവസം ഇരുന്നിട്ട് തല കറങ്ങി വീഴുന്നു. അവളുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഈ വിവരം സെൽവിയാകട്ടെ അർജുനെ വിളിച്ചു പറയുന്നു. അവൾ എന്തെങ്കിലും കടുകയും ചെയ്യുന്നു വിചാരിച്ചിട്ട് അർജുൻ അവളോട് പഴയ പോലെ സംസാരിക്കാൻ ആരംഭിച്ചു. അതോടെയാണ് അവളൊന്ന് ഓക്കെ ആയത്. ഒടുവിൽ ഇവരുടെ ഗ്രാജുവേഷൻ ഡേ എത്തി. അർജുൻ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോഴൊന്നും തന്നെ അവർ രമ്യയെ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. രമ്യയാകട്ടെ അർജുനെ സ്നേഹിക്കുന്നതിന് മുമ്പ് അവന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ റിലേഷൻഷിപ്പിലായിരുന്നു. അവരുമായിട്ട് ബ്രേക്കപ്പ് ആയ ശേഷമാണ് പിന്നീട് അർജുനുമായിട്ട് ഒന്നിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുന്റെ പേരൻസിന് രമ്യ അർജുന്റെ ഫ്രണ്ടിന്റെ ഗേൾഫ്രണ്ട് ആണെന്നുള്ള കാര്യം മാത്രമേ അറിയാമായിരുന്നുള്ളൂ. തന്റെ പേരൻസിനെ തന്റെ ഫ്രണ്ട്സിനെ എല്ലാം തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അർജുനാകട്ടെ രമ്യയെ കാണിച്ച് പറയുന്നത് എന്റെ ഫ്രണ്ടിന്റെ ഗേൾഫ്രണ്ട് ആണെന്നാണ്. രമ്യയോട് താനിപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം അവൻ തന്റെ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞില്ല. അതൊക്കെ കാരണം രമ്യക്ക് ശരിക്കും ദേഷ്യം തോന്നുന്നു. അവൾ അതിന്റെ പേരിൽ അവനുമായിട്ട് വഴക്കിടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് അവളുടെ ഒരു സീനിയർ പെൺകുട്ടി വന്ന് അവളോട് പറയുന്നുണ്ട്, നീ വെറുതെ അർജുന്റെ പിറകെ നടക്കാൻ നിൽക്കണ്ട. അർജുന് ഹൈദരാബാദിലെ മറ്റൊരു പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അവൻ നിന്നെ ചതിക്കുകയായിരുന്നു. ഇതെല്ലാം കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നു. അർജുന്റെ യഥാർത്ഥ ക്യാരക്ടർ അവൾക്ക് ഇതോടെ മനസ്സിലായി. അവൾ അതിനെപ്പറ്റി ചോദിക്കാൻ ചെല്ലുകയും അവന്റെ മൂക്കിനിടിക്കുകയും ചെയ്യുന്നു. അവൻ പറയുന്നുണ്ട്, നീയാണ് പലതവണയായിട്ട് എന്റെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിയതെന്ന്. എത്രയോ തവണ ഞാൻ നിന്നെ ബ്രേക്കപ്പ് ആക്കിയതാണ്. എന്നാൽ നീ തന്നെ വീണ്ടും ആത്മഹത്യ ചെയ്യും, കൈമുറിക്കും, ആഹാരം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പിറകെ തന്നെ വന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നു. അവൾക്ക് അതിനൊന്നും തന്നെ മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ ചതിച്ച സങ്കടത്തിലായിരുന്നു അവൾ. ദിവസങ്ങളോളം ആ ഡിപ്രഷനിൽ അവൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവളുടെ ഫ്രണ്ട്സ് എല്ലാം തന്നെ അവളെ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അവൾ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇരിപ്പായിരുന്നു. ആ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് വെച്ച് അവളുടെ ചേച്ചിയാകട്ടെ അവരെ സ്നേഹിച്ച ആളുടെ കൂടെ ഒളിച്ചോടി പോവുകയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തു. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം അവളുടെ മുത്തശ്ശി മരിച്ചു. മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ചേച്ചിയും വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ പലരും അതിനെ തടയുന്നു. എന്നാൽ ചിലരൊക്കെ പറയുന്നുണ്ട് ആ പെൺകുട്ടി അവളുടെ മുത്തശ്ശിയെ കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന്. എന്നാൽ മുത്തശ്ശിയുടെ മരണത്തിന് വന്നിരുന്ന എല്ലാവരും അവരെ പറ്റി എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുകയായിരുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ മുത്തശ്ശി ഉണ്ടാക്കി വെച്ച പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അവളുടെ മുത്തശ്ശിയെ വീടിനുള്ളിൽ തന്നെ ഒതുക്കിയിരുന്നു മുത്തശ്ശിയുടെ വീട്ടുകാർ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെ മുത്തശ്ശി തന്റെ മക്കളിലേക്കും മരുമക്കളിലേക്കും പകർന്നു കൊടുത്തു. അതുപോലെ തന്നെ വീട്ടിലെ പെൺകുട്ടികളെല്ലാം അങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നുള്ള രീതിയായിരുന്നു. ആ ചങ്ങല കുറച്ചെങ്കിലും പൊട്ടിച്ചിട്ടാണ് അവളുടെ അമ്മ ജോലിക്ക് പോയി തുടങ്ങിയത്. താനത് പൂർണ്ണമായിട്ടും പൊട്ടിച്ച് തനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുമെന്ന് രമ്യ തന്നെ സ്വയം പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ കോളേജ് കാലഘട്ടവും കഴിഞ്ഞു. അവൾക്ക് ഉറ്റ സുഹൃത്തായിട്ട് അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് സെൽവിയായിരുന്നു. അടുത്ത ഘട്ടത്തിൽ കാണിക്കുന്നത് രമ്യയുടെ 32ാമത്തെ വയസ്സാണ്. അവൾ അപ്പോഴും സിംഗിൾ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. അവൾക്ക് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊരു പയ്യനുമായിട്ട് അവൾ കുറച്ചു കാലം ലിവിംഗ് റിലേഷൻഷിപ്പിലുമായിരുന്നു. ഇർഫാൻ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. രണ്ടുപേരും കുറച്ചു കാലം നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു. എന്നാൽ പതിയെ പതിയെ അവർക്കിടയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ അവർ ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. ഇർഫാൻ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. അവനിപ്പോൾ പുതിയ ഗേൾഫ്രണ്ട് ഉണ്ട്. അവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ അവർ പൂച്ചയെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ആ പൂച്ചയെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രമ്യ അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ പുതിയ ഗേൾഫ്രണ്ടിനെയും അവൾ കാണുന്നുണ്ട്. എന്നാൽ അവൾക്ക് അതിൽ അസൂയൊന്നും തോന്നിയില്ല. നീ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അവൾ പോകുന്നത്. ഇതേസമയം അവളുടെ ഫ്രണ്ട് സെൽവിയാകട്ടെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അവൾ ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് പ്രഗ്നന്റ് ആണ്. എപ്പോഴും രമ്യയെ വിളിക്കുകയും അവളുടെ വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലായി ഒന്ന് സെറ്റിൽ ആകാൻ നോക്കാൻ പലപ്പോഴും സെൽവി അവളോട് പറയാറുണ്ട്. എന്നാൽ ഇവളുടെ ലൈഫിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇതുവരെയും വന്നിട്ടില്ല. എല്ലാം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ബ്രേക്കപ്പ് ആയി പോകും. രമ്യ ഇപ്പൊ മറ്റൊരു ഫ്രണ്ടിന്റെ കൂടെയാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. അവളുടെ ആ റൂംമേറ്റും ഉടനെ തന്നെ പുറത്തേക്ക് പോകാനിരിക്കുകയാണ്. അവൾക്ക് വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. അവളുടെ ചേച്ചിക്ക് കുഞ്ഞായി. വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി. അവൾ അവിടെ ചെല്ലുമ്പോഴും എല്ലാവരും ഇവളുടെ വിവാഹത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. എന്നാൽ ഇവൾക്കാകട്ടെ അതിലൊന്നും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. അവളുടെ അമ്മ എപ്പോഴും അവളോട് ചോദിക്കും,
ചോദിക്കുന്നത് ഞങ്ങൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നിന്നെ ആരാണ് നോക്കുന്നതെന്നാണ്. എന്നാൽ അവൾ തിരിച്ചു ചോദിക്കുന്നത് അമ്മയെ ആരാ നോക്കുന്നതെന്നാണ്. കാരണം അവളുടെ അമ്മയായിരുന്നു അവളുടെ വീട്ടിലുള്ള ബാക്കി എല്ലാവരെയും നോക്കുന്നത്. എന്തിനും ഇതിനും അവളുടെ അച്ഛന് അവളുടെ അമ്മയെ ആവശ്യമുണ്ട്. അവളുടെ അമ്മയുടെ കാര്യങ്ങൾ തിരക്കാൻ ആരുമില്ല. തന്റെ കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്നാണ് അവള് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവളുടെ റൂംമേറ്റ് പുറത്തേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പാർട്ടി വീട്ടിൽ സംഘടിപ്പിക്കുന്നു. വീട്ടിലെ പല സാധനങ്ങളും തീർന്ന കാരണം ആ പാർട്ടിക്കിടയ്ക്ക് അവൾ സാധനം വാങ്ങാൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അവിടെ വെച്ച് അവൾ ആദ്യം പ്രണയിച്ചിരുന്ന നളൻ എന്ന് പറയുന്ന ആ പയ്യനെ കണ്ടുമുട്ടുന്നു. അവൻ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുട്ടിയുണ്ടായിരുന്നു. കുറെ കാലത്തിന് ശേഷം കണ്ടതുകൊണ്ട് തന്നെ പാർട്ടിയിലേക്ക് തൽക്കാലം അവൾ അവനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം സംസാരിക്കാമെന്നായിരുന്നു അവൾ വിചാരിച്ചത്. അവൻ ലൈഫിൽ സെറ്റിൽ ആയതറിഞ്ഞിട്ട് അവൾക്ക് വിഷമവും തോന്നുന്നുണ്ട്, സന്തോഷവും തോന്നുന്നുണ്ട്. അന്ന് തങ്ങളുടെ പ്രണയത്തെ വീട്ടുകാരെ എതിർക്കാതിരുന്നെങ്കിൽ ഇന്ന് അവന്റെ വൈഫിന്റെ സ്ഥാനത്ത് താനാകുമായിരുന്നില്ലേ എന്ന് അവൾ ചിന്തിക്കുന്നു. തനിക്കും നളിനെ പോലൊരു നല്ല ഹസ്ബൻഡിനെ കിട്ടിയേനെ, ഇതുപോലൊരു കുഞ്ഞു ഉണ്ടായിരുന്നേനെ. എന്നാൽ എന്റെ വീട്ടുകാര് എല്ലാം തന്നെ തകർത്ത് കളഞ്ഞു. അന്ന് അവന്റെ വീട്ടുകാർ അവനെ കൈയോട് പിടിച്ച ശേഷം പലതവണ അവളെ കോണ്ടാക്ട് ചെയ്യാൻ അവൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു രീതിയിലും അവളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അവന് സാധിക്കാത്ത കാരണമാണ് ആ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ പോയത്. അവനെ അവന്റെ വീട്ടുകാർ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ അവളുടെ അടുത്തേക്ക് വരികയും അവളെ കിസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ വൈഫിന്റെ കോള് വരുന്നു. അത് കാരണം അവനാകട്ടെ ഒന്നും മിണ്ടാതെ തന്റെ കുഞ്ഞിനെ എടുത്ത് അവിടെ നിന്നും പോയി. അവളുടെ ഫ്രണ്ട് അബ്രോഡ് പോയി കഴിയുമ്പോൾ അവളുടെ അമ്മയാകട്ടെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. നിന്റെ കൂട്ടുകാരെല്ലാം തന്നെ ലൈഫിൽ പലതും ചെയ്ത് പലയിടങ്ങളിലേക്കും പോവുകയാണ്, നീ ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഇപ്പോഴും നടക്കുന്നു. എന്നാൽ ഇത് കേട്ടുകൊണ്ട് അവള് പറയുന്നുണ്ട് താൻ നളനെ കണ്ടിരുന്നുവെന്നും അവനിപ്പോൾ ഒരു ഫാമിലി ആയി എന്നും. അന്ന് അമ്മ എതിർത്തില്ലായിരുന്നെങ്കിൽ ഞാനായിരുന്നു എന്നെ നളന്റെ വൈഫിന്റെ സ്ഥാനത്ത്. എല്ലാം നിങ്ങൾ കാരണം എന്റെ ജീവിതം ഇങ്ങനെയായത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ അമ്മയോട് വഴക്കിടാൻ തുടങ്ങി. ക്ലീനിങ്ങിന്റെ ഇടയ്ക്ക് അറിയാതെ അവളുടെ അമ്മയാകട്ടെ അവിടുത്തെ വാതിലുകൾ തുറന്നിടുന്നു. ആ സമയത്ത് അവൾ ഓമനിച്ച് വളർത്തിയിരുന്ന 2 പൂച്ചകളിൽ ഒരെണ്ണം പുറത്തേക്ക് പോയി. അവൾക്ക് ആകെ സങ്കടമായി. ഇൻഡോർ ആയിട്ട് വളർത്തുന്ന ക്യാറ്റായിരുന്നു അത് പുറത്തു പോയി കഴിഞ്ഞാൽ സർവൈവ് ചെയ്യില്ല, അതിനെ നായ്ക്കള് പിടിക്കും, അതിന് ഭക്ഷണം കിട്ടാതെ വിശക്കുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആകെ സങ്കടത്തില് പുറത്തെല്ലാം അതിനെ അന്വേഷിച്ച് നടക്കുന്നു. ദിവസങ്ങളോളം പൂച്ച അന്വേഷിച്ച് നടന്നിട്ടും കിട്ടാത്ത കാരണം അവൾ ആകെ സങ്കടത്തിലായി. അവളുടെ ഈ ഒരു ബിഹേവിയർ കാരണം അവളുടെ അമ്മയും ആകെ സങ്കടത്തിലായിരുന്നു. അവര് തന്റെ മകളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രമ്യയാകട്ടെ സ്വന്തം അമ്മയെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം രമ്യ തന്റെ ഫ്രണ്ട് സെൽവിയെ വിളിക്കുന്ന സമയത്ത് സെൽവിയാകട്ടെ രമ്യയോട് പറയുന്നുണ്ട് നീ എന്തായാലും അമ്മയോട് പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്ന്. എന്നാൽ രമ്യ പറയുന്നുണ്ട് ഞാൻ എത്രയൊക്കെ പിണങ്ങിയാലും അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് കേട്ട് സെൽവി പറയുന്നുണ്ട് നീ ഒരുപാട് പയ്യന്മാരോട് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് ഇഷ്ടമില്ലാത്തവരുടെ പുറകെ നീ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ നിന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന നിന്റെ അമ്മയോട് നീ എപ്പോഴെങ്കിലും ഇഷ്ടത്തോട് സംസാരിച്ചിട്ടുണ്ടോ? അവരോട് ഒരു തവണയെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാത്തടത്തോളം കാലം അവരുടെ മനസ്സ് വേദനിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിൽ സ്നേഹം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, അത് എക്സ്പ്രസ് ചെയ്യണം. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ അത് ശരിയാണെന്ന് രമ്യയ്ക്കും തോന്നി. താൻ അമ്മയോട് ഇതുവരെയും സ്നേഹത്തോട് അങ്ങനെ സംസാരിച്ചിട്ട് പോലുമില്ല. മനസ്സിൽ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് അമ്മയും കൂടി അറിയണ്ടേ. അങ്ങനെ അവൾ രണ്ടും കൽപ്പിച്ച് അമ്മയെ കണ്ട് ഐ ലവ് യു എന്ന് പറയാൻ തന്നെ തീരുമാനിച്ചു. അന്ന് അവളുടെ അമ്മ റിട്ടയർഡ് ആകുന്ന ദിവസമായിരുന്നു. താൻ നേരത്തെ പഠിച്ചിരുന്ന ആ പഴയ സ്കൂളിലേക്ക് അവൾ ചെല്ലുന്നു. റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ വെച്ചിട്ട് തന്റെ മകളെ കണ്ടതും അവളുടെ അമ്മ ഒരുപാട് ഹാപ്പിയായി. ആ ഫംഗ്ഷനിൽ കുറെ കുട്ടികൾ ഇരുന്ന് സംസാരിക്കുന്ന കണ്ടിട്ട് രമ്യ പറയുന്നുണ്ട് മിണ്ടാതിരുന്ന് അവർ പറയുന്ന കേൾക്കാൻ. നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ടീച്ചറുടെ മകളാണെന്ന് അവൾ പറയുന്നു. ഓ നിങ്ങളാണോ രമ്യ എന്ന് ചോദിച്ചിട്ട് അവർ പരസ്പരം എന്തൊക്കെയോ പറയാൻ തുടങ്ങി. നിങ്ങളെക്കുറിച്ച് ഈ സ്കൂളിൽ പല കാര്യങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പണ്ടുണ്ടാക്കിയ പല പ്രശ്നങ്ങളും കാരണമാണ് ഈ സ്കൂളിൽ പല റൂളുകളും വന്നത്. അവളെ കുറിച്ച് സ്കൂളിൽ നല്ല മോശം അഭിപ്രായമാണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായി. അമ്മയുടെ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ നിന്നും അവരുടെ കൂടെ തിരിച്ചു പോകാൻ നേരത്ത് അവൾ അവളുടെ അമ്മയെ പറ്റി ഓർക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അവളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഡിഗ്രി നേടിയെടുത്തത്. അത് കഴിഞ്ഞ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങും കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് ജോലിയില്ലാതെ കുറെ കാലം വീട്ടിലിരുന്നു. രമ്യ ഉണ്ടായ ശേഷം അവളെ സ്കൂളിൽ ചേർക്കാൻ വന്ന സമയത്താണ് അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും അവിടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്നതും. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ആഗ്രഹിച്ചൊരു പൊസിഷനിലേക്ക് അവരെത്തിയത്. അന്നത്തെ കാലത്ത് മുത്തശ്ശിപ്പോൾ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജോലിക്കൊക്കെ പോയി തുടങ്ങിയ തന്റെ അമ്മയോട് അവൾക്കിപ്പോൾ ഒരുപാട് ബഹുമാനമായിരുന്നു. അങ്ങനെ അവൾ രണ്ടും കൽപ്പിച്ച് തന്റെ അമ്മയോട് ഐ ലവ് യു എന്ന് പറയുന്നു. തന്റെ മകളുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം കേട്ടതോടുകൂടി അവരെല്ലാം മറന്ന് തന്റെ മകളെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം അവൾ വീണ്ടും തന്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. അവൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം അവൾക്ക് മുൻപുണ്ടായിരുന്ന ആൾക്കാര് പതിയെ നേടിയെടുത്തതാണെന്ന് അവൾക്കറിയാം. അവളുടെ മുത്തശ്ശിയും അവളുടെ അമ്മയും എല്ലാം തന്നെ പലരുമായിട്ടും ഫൈറ്റ് ചെയ്തിട്ടാണ് അവരുടെ എല്ലാം സ്വാതന്ത്ര്യം നേടിയെടുത്ത്. അവർക്കെല്ലാം കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഇന്ന് ഇവൾക്ക് കിട്ടിയതും അവരെല്ലാം ഇതിനു മുൻപേ ആ ഒരു വഴി വെട്ടി വന്നതുകൊണ്ടാണ്. ഇത്രയും കാലത്തിനിടയിൽ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവൾക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ വേണ്ടത് ഒരു വീടാണെന്ന്. അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു വീട്, ആരും തന്നെ ജഡ്ജ് ചെയ്യാതെ ഞാനായിട്ടിരിക്കണമെങ്കിൽ എനിക്ക് അങ്ങനൊരു വീട് വേണം. അവൾ കഷ്ടപ്പെട്ട് അങ്ങനൊരു വീട് കണ്ടെത്തുന്നു. അങ്ങനെ തന്റെ വീട്ടിൽ നിന്നും സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ അവൾ ആ പഴയ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്റെ കാണാതായ പൂച്ച അവിടെ വന്ന് നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. അതിൽ പല സന്തോഷം അവൾക്ക് വേറെ ഒന്നുമില്ലായിരുന്നു. അവൾ തന്റെ പൂച്ചകളെയും കൊണ്ട് പുതിയ വീട്ടിലേക്ക് വരുന്നു. ആ വീട്ടിൽ അവൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല. ആ ഓണർ അവളോട് പറയുന്നുണ്ട് നിങ്ങൾ സിംഗിൾ ആണോ ബാച്ചിലർ ആണോ, നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടോ, അതോ നിങ്ങൾ മാംസാഹാരം കഴിക്കുവോ, അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ആരും ചോദിക്കാൻ വരില്ല. മാസത്തിൽ വാടക മാത്രം കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒടുവിൽ തന്റെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് അവൾ ആഗ്രഹിച്ചപ്പോൾ ഒരു ലൈഫ് ആ വീട്ടിൽ അവൾ തുടങ്ങുകയാണ്. ആരെയും പേടിക്കാതെ ആരോടും
ഒന്നിനും മറുപടി പറയാതെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ ജീവിക്കാൻ ആരംഭിച്ചു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്.